ഒരിക്കൽ ഒരു മനുഷ്യൻ 3 ഇഷ്ടികപ്പണിക്കാരെ ഇഷ്ടികക്കളത്തിൽ വെച്ച് കാണുകയുണ്ടായി. അവരെന്താണ് ചെയ്യുന്നതെന്ന് ഓരോരുത്തരോടും അദ്ദേഹം ചോദിച്ചു. ഒന്നാമൻ മറുപടി പറഞ്ഞു, ഞാൻ ഇഷ്ടിക നിർമ്മിക്കുകയാണ്. രണ്ടാമൻ പറഞ്ഞു, ഞാൻ ഒരു മതിൽ പണിയുകയാണ്. അവസാനം മൂന്നാമൻ ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ ഒരു ദേവാലയമാണ് പണിയുന്നത്. നിങ്ങളുടെ കടമകളെക്കുറിച്ച് നിങ്ങൾക്കുള്ള കാഴ്ചപ്പാടാണ് അതിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്നത്. നാം ആയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് പെരുമാറുമ്പോഴേ മറ്റുള്ളവരുടെ മുന്നിലും പ്രകാശമായി മാറാൻ നമുക്ക് കഴിയൂ. ക്രിസ്തുവിൻ്റെ ജനനം ലോകത്തിലേക്ക് പ്രകാശം വീശിയതുപോലെ നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർക്കും അവരുടെ വെളിച്ചം കണ്ടെത്താൻ ഇതൊരു പ്രചോദനമാകട്ടെ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ആഘോഷമായ ക്രിസ്മസ് നാം കൊണ്ടാടുമ്പോൾ അതിൻ്റെ ചൈതന്യം നമുക്ക് ഹൃദയത്തിൽ വഹിക്കാം. കാലത്തിൻ്റെ കുത്തൊഴുക്കിലകപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ തൻ്റേതല്ലാത്ത കാരണത്താൽ ക്രൂശിലേറപ്പെട്ട ദിവ്യസുതൻ്റെ പാത പിന്തുടർന്ന് അവൻ്റെ തിരുപ്പിറവിക്കായി നമ്മെ സ്വയം ഒരുക്കി കാത്തിരിക്കാം. ഏവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു.